Hello, good afternoon. Welcome to my YouTube channel. ഇന്നത്തെ വീഡിയോ ടൈറ്റിൽ ലിവിങ് ഫോർ അതേഴ്സ് എ ലൈഫ് ലെഫ്റ്റ് ബിഹൈൻഡ്. അതായത് പലരും ജീവിതത്തിൽ അവരുടെ ജീവിതം മറ്റുള്ളവർക്ക് വേണ്ടി ജീവിക്കുന്നു, സാക്രിഫൈസ് ചെയ്യുന്നു. മെനി പീപ്പിൾ അവരുടെ എൻ്റയർ ജീവിതകാലം മൊത്തം അവരുടെ ഡ്രീംസുകളും അവരുടെ സ്വപ്നങ്ങളും ആഗ്രഹങ്ങളും സന്തോഷങ്ങളും എല്ലാം മാറ്റിവെച്ചുകൊണ്ട് അവരുടെ ചിൽഡ്രനും കുട്ടികൾക്കും ഗ്രാൻഡ് ചിൽഡ്രനും അതുപോലെ തന്നെ മറ്റ് ഫാമിലിയിലെ അംഗങ്ങൾക്കും വേണ്ടി അവരുടെ ജീവിതം സാക്രിഫൈ ചെയ്യുന്നു. മറ്റുള്ളവരെ നോക്കുന്നത് നല്ല കാര്യം തന്നെ. വൈൽ കെയറിങ് ഫോർ ലവ്ഡ് വൺസ് ഈസ് നോബിൾ. നല്ല കാര്യം, അത് വളരെ അർത്ഥമുള്ള കാര്യവുമാണ്. പക്ഷെ ഇതിൻ്റെ ഒരു പെയിൻഫുൾ ആയിട്ടുള്ള ഒരു ട്രൂത്ത് എന്ന് പറയുന്ന അവരുടെ ജീവിതം ശരിക്കും ജീവിക്കാതെയാണ് ഇങ്ങനെയുള്ള കാര്യങ്ങൾ ചെയ്യുന്നത്. അത് ശരിയല്ല. മറ്റുള്ളവരെ ഹെൽപ്പ് ചെയ്യുന്നതോടൊപ്പം തന്നെ സ്വന്തം സുഖങ്ങളും സന്തോഷങ്ങളും അതെല്ലാം അനുഭവിച്ച് ജീവിക്കണമെന്നാണ്. എങ്കിലേ ആ ജീവിതം നമ്മൾ ജീവിച്ചെന്ന് പറയാൻ പറ്റുള്ളൂ. ഇൻ മെനി കൾച്ചേഴ്സ്, നമ്മുടെ ഈ പല കൾച്ചറിലും, ട്രഡീഷണൽ കൾച്ചറിൽ പേരൻസ് ഹാർഡ് വർക്ക് ചെയ്യുന്നു, അവരുടെ കുട്ടികളെ വളർത്തുന്നു. ഡിനേ ദെയർ ആ പ്ലഷർ, അവരുടെ സന്തോഷങ്ങളും സുഖങ്ങളും എല്ലാം അവർ മാറ്റിവെച്ചിട്ട് കുട്ടികളുടെയും പേരക്കുട്ടികളുടെയും ഒക്കെ ജീവിതത്തിന് വേണ്ടി ഇപ്പം കുട്ടികളെയൊക്കെ വളർത്തണം. അതെല്ലാം നല്ല കാര്യങ്ങൾ തന്നെ. പക്ഷേ അതിന് ഒരു ഇത് വയ്ക്കണം. കുട്ടികൾ അഡൾട്ട് ആവുമ്പോഴത്തേക്ക് അവരെ ഇൻഡിപെൻഡൻ്റ് ആക്കുക. എങ്കിൽ മാത്രമേ അവരും നല്ല രീതിയിൽ വരത്തുള്ളൂ. അപ്പം നമ്മൾ പേരൻസ് തന്നെ വയ്യാത്ത ഒരു അവസ്ഥയിലും വീണ്ടും കഷ്ടപ്പെട്ട് ഇവർക്ക് എല്ലാം നേടിക്കൊടുത്തുകൊണ്ടിരുന്നാൽ അവർ ജീവിതത്തിൽ വളരുകയും അവർ ഒരു ലക്ഷ്യസ്ഥാനത്ത് എത്തുകയും ഇല്ല. ഇതിവിടെ പറയുന്നത്. അപ്പോൾ ദെയർ ഓൺ ഡ്രീംസ്, അവരുടെ ഡ്രീംസുകളും ആൻഡ് ഇതെല്ലാം മറ്റുള്ളവർക്ക് വേണ്ടി അവർ മാറ്റിവെക്കുന്നു. ലേറ്റർ ദേ ഡു ദ സെയിം ഫോർ, ആദ്യം കുട്ടികളെ വളർത്തുന്നു, ദെൻ ആഫ്റ്റർ അവരെ ഗ്രാൻഡ് ചിൽഡ്രൻ ചെയ്യുന്നു. ദ സൈക്കിൾ കണ്ടിന്യൂസ്. ഇത് ഇങ്ങനെ തുടർന്നു കൊണ്ടേയിരിക്കുന്നു അൻറ്റിൽ ദെയർ എനർജി ഈസ് ഗോൺ. ഗ്രാൻഡ് ചിൽഡ്രനെയും കൂടെ നോക്കി വരുമ്പോഴത്തേക്ക് ഇവർ ഏറെക്കുറെ ഓൾഡ് ആവും. അപ്പോൾ ഇവരുടെ ലൈഫ് തീർന്നു. അപ്പോൾ ആണ് അവർ റിയലൈസ് ചെയ്യുന്നത്, അയ്യോ ഞാൻ എൻ്റെ ജീവിതം ജീവിച്ചില്ലല്ലോ, സന്തോഷിച്ചില്ലല്ലോ, എൻ്റെ കാലം തീരാറായല്ലോ എന്ന് റിയലൈസ് ചെയ്യുന്ന സമയത്ത് അവർക്ക് ആരോഗ്യം, അവർക്ക് അവരുദ്ദേശിക്കുന്ന കാര്യങ്ങൾ ചെയ്യുന്നതിന് പറ്റാത്ത വരുന്നു. അതുകൊണ്ട് ഇത് ഒരു അവയർനെസ് വീഡിയോ ആണ്. എല്ലാം കൂടെ ബാലൻസ് ചെയ്തുകൊണ്ട് പോകണം. കുട്ടികളെ വളർത്തണം, ഒപ്പം നമ്മുടെ സന്തോഷങ്ങളുമൊക്കെ പിന്നത്തേക്ക് മാറ്റിവെക്കരുത്. അപ്പോൾ ഈ സെൽഫിഷ്നെസ്, കുട്ടികളെയും മറ്റുള്ള കാര്യങ്ങളൊക്കെ ചെയ്യുന്നത് സെൽഫിഷായിട്ട്, അല്ലെങ്കിൽ നമ്മളെ ജീവിതത്തെ സുഖങ്ങളൊക്കെ മാറ്റിവെച്ച് ഇതൊക്കെ ചെയ്യുന്നത് നല്ല കാര്യം തന്നെ. പക്ഷേ നിങ്ങളെ ജീവിതത്തെക്കുറിച്ച് നിങ്ങൾ ചിന്തിക്കണം. വാട്ട് അബൌട്ട് ദെയർ ഓൺ ലൈഫ്, അവരുടെ ലൈഫ്, അതും നിങ്ങൾ ജീവിക്കണം. മറ്റുള്ളവരെ ഹെൽപ്പ് ചെയ്യുക, ഒപ്പം നിങ്ങളെ ജീവിതം കൂടെ, ഒരൊറ്റ ജീവിതം മാത്രമേ ഉള്ളൂ. അത് നിങ്ങളായിട്ട് അതിൻ്റെ സൗന്ദര്യം, അല്ലെങ്കിൽ അതിൻ്റെ ആസ്വാദനം, അല്ലെങ്കിൽ അത് ജീവിതം ആസ്വദിക്കാതെ ഈ ഭൂമുഖത്ത് നിന്ന് മരണപ്പെട്ടു പോകരുത്. ജോയ്, ഫോളോ ദെയർ പാഷൻ, നിങ്ങളുടെ ഇഷ്ടങ്ങൾ, നിങ്ങളെ ഡ്രീമുകൾ, എന്തൊക്കെയാണ് നിങ്ങളുടെ ജീവിതത്തിൽ സന്തോഷം തരുന്ന ആ കാര്യങ്ങളൊക്കെ നിങ്ങൾ ഒപ്പം അനുഭവിക്കണം. ലീവ്ഡ് വിത്ത് ഓൺലി ഫോർ അതേഴ്സ് വിത്തൗട്ട് എനി, നിങ്ങളുടെ ജീവിതത്തിൻ്റെ ഒരു കാര്യങ്ങളും അത് അനുഭവിക്കാതെ
ജീവിതം അവസാനിക്കുന്ന അല്ലെങ്കിൽ ഇവിടെ നിന്ന് അപ്രത്യക്ഷമാകുന്ന ഒരു അവസ്ഥയെന്ന് പറഞ്ഞാൽ അത് നമ്മൾ ജനിച്ചു മരിച്ചു പോകണം. അപ്പം ജീവിതത്തിൻ്റെ ഒരു ആസ്വാദനം അവർ അറിയുന്നില്ല. ട്രഡീഷണൽ കാര്യം പറഞ്ഞ പാരമ്പര്യമായിട്ട് നമ്മളിങ്ങനെ തുടർന്നു പോകണ ഇത് ഈ കുട്ടികൾ വളർത്തി കഷ്ടപ്പെട്ട് പേരൻസ് ചെയ്യുന്നു. ഇത് കണ്ടായിരിക്കും കുട്ടികളും വളരുന്നത്. അപ്പോൾ അവർ വളർന്ന് അവർ ഫാമിലി ആകുമ്പോഴത്തേക്കും അവരുടെയും തോട്ട് പ്രോസസ്സ് അതുപോലെ ആയിരിക്കും. എൻ്റെ അച്ഛൻ എന്നെ അങ്ങനെയാണ് വളർത്തിയത്, അതുകൊണ്ട് എൻ്റെ ജീവിതം എനിക്ക് എൻ്റെ മക്കൾക്കും ചെറുമക്കൾക്കും വേണ്ടി ഇത് ചെയ്യണം. ആ സൈക്കിൾ ഇങ്ങനെ കണ്ടിന്യൂ ചെയ്തുകൊണ്ടിരിക്കുന്നത്. അപ്പോൾ ഇതൊരു മെജോറിറ്റി ആൾക്കാരുടെയും ജീവിതത്തിലുള്ള അനുഭവങ്ങളാണ്. അപ്പോൾ അത് അവർ റിയലൈസ് ചെയ്യുന്നത്, അത് മനസ്സിലാക്കുന്നത് ജീവിതത്തിൻ്റെ അന്ത്യഘട്ടങ്ങളിലാണ്. അപ്പം അന്ത്യഘട്ടങ്ങളിൽ ഇത് മനസ്സിലാക്കണം. ഞാൻ ജീവിതത്തിൻ്റെ സുഖമൊന്നും അനുഭവിച്ചില്ല, അല്ലെങ്കിൽ എനിക്കതിനൊന്നും സമയം കിട്ടിയില്ല എന്ന് പറയുന്നതിൽ കാര്യമില്ല. ആ സമയത്ത് നമുക്ക് മറ്റെന്ത് സൗകര്യങ്ങളുണ്ടെങ്കിലും നമ്മളെ ശരീരം ചിലപ്പോൾ അതിനെ വഴങ്ങാതെ വരും. ആരോഗ്യം അതിന് അനുവദിക്കില്ല സന്തോഷിക്കുന്നതിനും കാര്യങ്ങളൊക്കെ ചെയ്യും, നമ്മൾ ഇഷ്ടപ്പെട്ട കാര്യങ്ങൾ ചെയ്യും. അതുകൊണ്ട് ജസ്റ്റ് ബാലൻസ്ഡ് ലൈഫ് എന്ന് പറയും. ഈ നല്ല കാര്യങ്ങൾ കുട്ടികളെ നോക്കുകയും മറ്റുള്ള എല്ലാം ചെയ്യുകയും ഒപ്പം നിങ്ങളുടെ സന്തോഷങ്ങളും കൂടെ അനുഭവിച്ച് ജീവിച്ച് മുന്നോട്ട് പോകണം. എക്സ്ക്യൂസ് മീ. അപ്പോൾ ഒരു മീനിങ് ഫുൾ നമ്മളെ ജീവിതം അർത്ഥപൂർണമാവുന്നത് നമ്മൾ എന്ത് ചെയ്യാനാണ്? നമ്മൾ മറ്റുള്ളവരെ സ്നേഹിക്കുകയും ഒപ്പം നമ്മളെയും ഈക്വലായിട്ട് സ്നേഹിക്കുകയും ചെയ്യുമ്പോഴാണ് നമുക്ക് ജീവിതം അർത്ഥപൂർണമാവുന്നത്. ട്രൂ ഹാപ്പിനെസ് എന്ന് പറയുന്നത് ലിവ്സ് ഇൻ ബാലൻസ് ചെയ്തുകൊണ്ട് ഇത് രണ്ടും കൂടെ ബാലൻസ് ചെയ്ത് മുന്നോട്ട് പോകുമ്പോഴാണ് നമുക്കൊരു യഥാർത്ഥ ഒരു ജീവിത ഹാപ്പിനെസ് കിട്ടുന്നത്. ബിറ്റ്വീൻ ഗിവിങ് ആൻഡ് ലിവിങ്. മറ്റുള്ളവരെ നമ്മൾ ഹെൽപ്പ് ചെയ്തും ഒപ്പം നമ്മൾ സന്തോഷത്തോടെ ജീവിക്കുകയും. അല്ലാതെ നമ്മൾ ഒന്ന് മാത്രം ചെയ്ത് നമ്മുടെ ജീവിതം മറ്റുള്ളവർക്ക് വേണ്ടി സാക്രിഫൈസ് ചെയ്യാൻ പാടില്ല. അപ്പോൾ ഈ വീഡിയോ നിങ്ങൾക്ക് എല്ലാവർക്കും ഇഷ്ടപ്പെട്ട വീഡിയോ ആണെന്ന് പ്രതീക്ഷിക്കുന്നു. ഇതൊരു അവയർനെസ്സായിട്ട് കരുതുക. അപ്പം ഇതിൻ്റെ വീഡിയോ ഇഷ്ടപ്പെട്ടെങ്കിൽ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക. ഇത് കേട്ട് എല്ലാവർക്കും നന്ദി, നമസ്കാരം, ബൈ.